നമസ്കാരം. അമ്മയിലെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ പരിഹരിക്കുമെന്ന് പ്രശ്നം തുടങ്ങിയവർക്കോ പ്രശ്നത്തിൽ ഉൾപ്പെട്ടവർക്കോ നിശ്ചയമില്ല. അമ്മയുമായി ബന്ധപ്പെട്ട നടീനടന്മാരോട് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ചളുപ്പാണ്. എങ്ങനെ ഈ കരകാണാ കയത്തിൽ നിന്നും അരികു പറ്റും എന്നതിനെക്കുറിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ആരും വിചാരിച്ചതുപോലല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോഴിതാ നടി അൻസിബയ്ക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു. 17-ാം തീയതിക്ക് മുമ്പ് മറുപടി കൊടുക്കണം, ഇല്ലെങ്കിൽ ഗുരുതരമായ അച്ചടക്ക നടപടികൾ എടുക്കുമെന്നാണ് അമ്മ പറയുന്നത്. അതായത് അമ്മ എന്ന് പറയുന്ന സംഘടനയെ അപകീർത്തിപ്പെടുത്താൻ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് ചാനലുകൾ വഴിയും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അൻസിബ ഇത് അവസാനിപ്പിക്കണം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എന്തുകൊണ്ട് അച്ചടക്കം ലംഘിച്ചു എന്ന് വിശദീകരിക്കണം, ഇല്ലെങ്കിൽ അമ്മയിൽ നിന്ന് പുറത്താക്കും എന്നാണ് നോട്ടീസിൽ എന്നാണ് പത്രവാർത്തകൾ. അൻസിബയ്ക്ക് നോട്ടീസ് കിട്ടിയത് മാത്രമാണ് മാധ്യമ വാർത്തകളിൽ നിറയുന്നതെങ്കിലും നടി നീന കുറുപ്പ് അടക്കം മറ്റ് നടിമാർക്കും നോട്ടീസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരന് പക്ഷെ നോട്ടീസ് അയച്ചിട്ടില്ല. നോട്ടീസ് കിട്ടിയവർ ചോദിക്കുന്നു എന്തുകൊണ്ട് മല്ലിക ചേച്ചിക്ക് നോട്ടീസ് അയച്ചില്ലെന്ന്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഈ പ്രശ്നം മനസ്സിലാക്കുന്ന ആർക്കും ഏതെങ്കിലും ഒരു പക്ഷത്തിനൊപ്പം നിൽക്കാൻ സാധ്യമല്ല. രണ്ടു പക്ഷത്തും പ്രശ്നങ്ങളുണ്ട്. ഫെബ്രുവരിയിൽ നടന്ന അമ്മയുടെ കുടുംബ സമ്മേളനത്തിൽ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. നടി ലക്ഷ്മി പ്രിയയും നീന കുറുപ്പും തമ്മിലുള്ള ഒരു തർക്കം. പിന്നീട് നീന കുറുപ്പിനെ അധിക്ഷേപിച്ചുകൊണ്ട് ലക്ഷ്മി പ്രിയ അരുതാത്ത ഒരു സന്ദേശം അയക്കുന്നു. അത് നീന കുറുപ്പിനെ പ്രകോപിപ്പിക്കുന്നു. നീന കുറുപ്പ് അമ്മയ്ക്കുള്ളിൽ പരാതി കൊടുക്കുന്നു. ആ പരാതി അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് അൻസിബ ഹസൻ നാടകീയമായി അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജി എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അൻസിബ തന്നെ പറയുന്നു തന്നെ മാനസികമായി പീഡിപ്പിച്ച് പുറത്താക്കിയതാണെന്ന്. അതിനിടയിലേക്ക് ടിനി ടോം ഒരു പുതിയ വില്ലനായി വരുന്നു. ടിനി ടോം അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലും പുറത്തും അൻസിബയെ അധിക്ഷേപിക്കുന്നു എന്ന ആരോപണമാണ് അൻസിബ ഉയർത്തിയത്. അൻസിബയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്നും അൻസിബ ജിഹാദിയാണ് എന്ന് ആരോപിച്ചെന്നും ഒക്കെ പറഞ്ഞ് ടിനി ടോമിനെതിരെ രംഗത്ത് വരികയാണ്. ഈ ആരോപണങ്ങളൊന്നും നേരിട്ട് അൻസിബയോട് ടിനി ടോം ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞാണ്. നീന കുറുപ്പിനോട് ടിനി ടോം ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. അമ്മയിൽ നിൽക്കുന്നില്ല. ഈ വിവാദങ്ങൾ പുറത്തേക്ക് വരുന്നു. പിന്നീട് കേസുകൾ ഉണ്ടാവുന്നു. നീന കുറുപ്പ് ലക്ഷ്മി പ്രിയക്കെതിരെ അമ്മ സംഘടനയ്ക്കുള്ളിലാണ് പരാതി കൊടുത്തതെങ്കിൽ ലക്ഷ്മി പ്രിയ അൻസിബ ഹസനെതിരെ പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിലാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ. അൻസിബ ഹസൻ ലക്ഷ്മി പ്രിയയ്ക്ക് അയച്ച ഒരു സന്ദേശം, ഒരു ഓഡിയോ സന്ദേശം. ആ ഓഡിയോ സന്ദേശം ലക്ഷ്മി പ്രിയയുടെ കുടുംബജീവിതത്തെ ബാധിച്ചു എന്നതാണ് ലക്ഷ്മി പ്രിയയുടെ പരാതി. ദുബായിൽ ലക്ഷ്മി പ്രിയ ചെന്നപ്പോൾ ആരോടൊക്കെയൊപ്പം ഫോട്ടോ എടുത്തു എന്നതാണ് വിഷയം. ആ വിഷയത്തെക്കുറിച്ച് അൻസിബ ചോദിച്ചത് ലക്ഷ്മി പ്രിയയ്ക്ക് പിടിച്ചില്ല. ലക്ഷ്മി പ്രിയയുടെ കുടുംബത്തിൽ അതിന് പേരിൽ തർക്കമുണ്ടായി. ലക്ഷ്മി പ്രിയ അൻസിബയ്ക്കെതിരെ പരാതി കൊടുക്കുന്നു. ഇതാണ് ആദ്യം വാർത്തയായി പുറത്തേക്ക് വരുന്നത്. ഈ കേസിന്റെ ഭാഗമായി മൊഴി കൊടുക്കാൻ വേണ്ടി അൻസിബ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ആ പോലീസ് സ്റ്റേഷൻ പുറത്തിറങ്ങിയ അൻസിബ ലക്ഷ്മി പ്രിയക്കെതിരെയും അവിടുത്തെ രേഷ്മ എന്ന വനിതാ SI-ക്കെതിരെയും പരാതിപ്പെടുന്നു. അനാവശ്യമായി തന്നെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച് പീഡിപ്പിച്ചു എന്നാണ് വനിതാ SI-ക്കെതിരെയുള്ള അൻസിബയുടെ പരാതി. ആ കേസിൽ ലക്ഷ്മി പ്രിയയെയും പ്രതിയാക്കുന്നു. ഈ പരാതി ACPയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നു. അൻസിബയുടെ പരാതിയിലോ ലക്ഷ്മി പ്രിയയുടെ പരാതിയിലോ ഒരു കഴമ്പുമില്ല എന്ന് അവർ കണ്ടെത്തുന്നു. അതോടുകൂടി ഈ രണ്ട് കേസും നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നു. ഇതിനിടയിൽ ടിനി ടോമിനെതിരെയുള്ള പരാതിയുമായി എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ എത്തുകയാണ് അൻസിബ. അൻസിബയും അഭിഭാഷകനും കൂടെയുണ്ടായിരുന്നു. അൻസിബയുടെ പരാതി കേട്ട് തൃപ്പൂണിത്തുറ CI തലയ്ക്ക് കൈവച്ചു എന്നാണ് ആ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞത്. പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒന്നും അൻസിബയുടെ പരാതിയിലില്ല. അൻസിബയെ ജിഹാദി എന്ന് ടിനി ടോം വിളിച്ചു എന്നതിന് പോലും അൻസിബ സാക്ഷിയല്ല. നീന കുറുപ്പ് മാത്രമാണ് അതിന് സാക്ഷി. അങ്ങനെ നീന കുറുപ്പ് പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു എന്നല്ലാതെ അൻസിബയോട് നേരിട്ട് ടിനി ടോം എന്തെങ്കിലും പറഞ്ഞതായി അൻസിബയ്ക്ക് പോലും പരാതിയില്ല. ആകെപ്പാടെയുള്ളത് ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് ഏതോ ഒരു കാര്യം പറഞ്ഞപ്പോൾ അൻസിബയെ ടിനി ടോം വിശേഷിപ്പിച്ചു എന്നതാണ്. അൻസിബയ്ക്ക് രണ്ടാനച്ഛനുള്ളത് കൊണ്ട് മനഃപൂർവ്വം അച്ഛനെ വിളിച്ചതാണ് എന്നാണ് അൻസിബയുടെ ആരോപണം. എന്നാൽ ഇതൊന്നും കേസെടുക്കാൻ പര്യാപ്തമായ വിഷയങ്ങളല്ല എന്നാണ് പോലീസിന്റെ നിലപാട്. പ്രാഥമിക അന്വേഷണം നടത്തി കേസ് റെഫർ ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നത്.
എന്നാൽ പോലീസിനെതിരെ അൻസിബ പരാതിപ്പെടുമോ എന്ന ആശങ്ക പോലീസിനില്ലാതില്ല. തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചത് അതുതന്നെയാണ്. ഇത് നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ എല്ലാവരുടെയും ഭാഗത്ത് ചില വീഴ്ചകളുണ്ട്. അൻസിബയെ പരിഹസിക്കുകയും തമാശ പറയുകയും ചെയ്ത ടിനി ടോമിന്റെ നാവ് തന്നെയാണ് ടിനി ടോമിന് കുഴപ്പമുണ്ടാക്കിയത്. എന്ത് പറയണം എന്ത് പറയരുതേ എന്ന് വിടുവായനായ ടിനി ടോമിന് ഒരറിവുമില്ല. അതുകൊണ്ട് തന്നെ ടിനി ടോം പലപ്പോഴും പറയുന്ന തമാശകൾ നിഷ്കളങ്കമെന്ന് ടിനി ടോമിന് തോന്നുന്നെങ്കിലും അത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടായി തോന്നും. ആ ബുദ്ധിമുട്ടാണ് ഇൻസൾട്ടായി അൻസിബയ്ക്ക് അനുഭവപ്പെട്ടതും ഇപ്പോൾ ടിനി ടോമിനെതിരെ രംഗത്തുള്ളതും. അതേപോലെ തന്നെ അമ്മയിൽ ഒരു ഭിന്നതയുണ്ട്. ശ്വേതാ മേനോനും ടിനി ടോമും അടക്കമുള്ള സംഘം ഒരു വശത്തും, കുക്കു പരമേശ്വരനും നീന കുറുപ്പും അൻസിബയും അടക്കമുള്ള സംഘം മറുവശത്തും. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട സംഘത്തിന് കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ രാജിവെച്ചു പോവണം എന്ന ആഗ്രഹമുണ്ടെന്നും അതിനുവേണ്ടിയാണ് അവർ നീക്കങ്ങൾ നടത്തുന്നത് എന്നുമാണ് കുക്കു പരമേശ്വരനും സംഘവും ആരോപിക്കുന്നത്. ടിനി ടോമിന്റെ ഉറ്റ സുഹൃത്തായ ഹൈദരാലി എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ എരിവ് കൂട്ടി ഒരു വശത്ത് നിൽക്കുമ്പോൾ അൻസിബയുടെ അഭിഭാഷകൻ അതിശക്തമായി തന്നെ അൻസിബയെയും എരിവ് കയറ്റി നിർത്തുന്നു. വാസ്തവത്തിൽ നിസാരമായ വിഷയമാണ് എന്ന് പലർക്കും തിരിച്ചറിഞ്ഞിട്ടും ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്തതിന്റെ കാരണം പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ശക്തിയാണ്. പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. ഹൈദരാലിയെ സംബന്ധിച്ചിടത്തോളം അമ്മയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരമാവധി കൊടുത്താൽ ആളുകൾ കാണും എന്ന സ്വാർത്ഥ താല്പര്യമാണെങ്കിൽ, വക്കീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെലിബ്രിറ്റി കേസിന്റെ വക്കീലായി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള താല്പര്യമാണ്. ഈ രണ്ട് താല്പര്യങ്ങൾ രണ്ട് വശത്ത് പ്രവർത്തിക്കുമ്പോൾ ചിലരെങ്കിലും അറിയാതെ പെട്ടുപോകുന്നു. ഇതിൽ യഥാർത്ഥ ഇര അൻസിബ ഹസൻ തന്നെയാണ്. കാരണം അൻസിബ ഹസൻ ഒരു സാധു സ്ത്രീയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനാവശ്യമായി വഴക്കിന് പോവാത്ത, എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഒരു നടിയാണ് അൻസിബ ഹസൻ. ഇസ്ലാമിക ജീവിത രീതി പിന്തുടരുമ്പോൾ പോലും സ്വതന്ത്ര ചിന്തയുള്ള, സ്ത്രീയുടെ സ്വത്വം ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന മിടുക്കിയായ സ്ത്രീയാണ്. എന്നാൽ മുതലെടുപ്പുകാർ രംഗത്ത് വന്നതോടെ ഇവർക്കാർക്കും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. പോലീസ് കേസെടുക്കുന്നില്ലെങ്കിൽ കോടതിയിൽ പോയി CMB ഇട്ട് കേസെടുപ്പിക്കും എന്നാണ് അൻസിബയോട് അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത്. ടിനി ടോമിനെയും ലക്ഷ്മി പ്രിയയും ഒക്കെ കോടതി കയറ്റിയിരിക്കും എന്ന് വാശിയോടെ അൻസിബയോട് ചേർന്ന് നിൽക്കുന്നവർ പറയുമ്പോൾ അൻസിബയുടെ നിസ്സഹാവസ്ഥ തിരിച്ചറിയാൻ കഴിയും. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീർത്ത് തലയുരാൻ അൻസിബ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അൻസിബയ്ക്കും അത് കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആദ്യം രക്തസാക്ഷി പരിവേഷമുണ്ടായിരുന്ന അൻസിബയ്ക്ക് പതിയെ പതിയെ വില്ലൻ വേഷം കിട്ടിത്തുടങ്ങി. ഇപ്പോൾ അൻസിബയ്ക്കെതിരെ അച്ചടക്ക നടപടിയുമായി അമ്മ രംഗത്ത് വരുമ്പോൾ പൊതുവെയുള്ള വികാരം അൻസിബ നിസ്സാരമായ വിഷയം വഷളാക്കി അമ്മയുടെ അന്തസ്സ് ഇല്ലാതാക്കിയെന്നാണ്. ഈ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നടീനടന്മാരോട് എനിക്കുള്ള അഭ്യർത്ഥന, നിങ്ങൾ ദയവായി മനസ്സിലാക്കുക, ഈ ചക്രാത്തി പോരാട്ടം നിങ്ങളെ നാശത്തിലെ നയിക്കൂ. ഒരു നേട്ടവും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ടാകാൻ പോകുന്നില്ല. നേട്ടമുണ്ടാകുന്നത് പിന്നിൽ നിന്ന് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സ്വാർത്ഥ താല്പര്യക്കാർക്ക് മാത്രമാണ്. അവരുടെ ഇംഗിതത്തിന് വേണ്ടി അമ്മയുടെ ഐക്യം നിങ്ങൾ ഇല്ലാതാക്കരുത്. അമ്മയുടെ അംഗങ്ങളാണ് എന്നതിൻ്റെ പേരിൽ മലയാളികൾ ഇഷ്ടപ്പെടുന്ന നടീനടന്മാരെ ജനങ്ങൾ വെറുക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. നിങ്ങളിങ്ങനെ നിസ്സാരമായ കാര്യത്തിന് പിച്ചി, നുള്ളി, നുണ പറഞ്ഞു, ചിരിച്ചു, മുഖം കറുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കോടതി കയറി ഇറങ്ങിയാൽ കോടതി സംവിധാനങ്ങൾ പോലും നിങ്ങളെ വെറുത്തു പോകും. ഗൗരവത്തോടെ വിഷയങ്ങളെ കാണുന്ന പോലീസുകാരും മാധ്യമപ്രവർത്തകരുമൊക്കെ നിങ്ങളുടെ ഈ ചക്കളാത്തി പോരാട്ടം കണ്ട് ചിരിക്കുകയാണ്. ആരൊക്കെയോ നിങ്ങളെ കൊണ്ട് ആടിപ്പിച്ച് ആട്ടം കണ്ട് രസിക്കുകയാണ് തിരിച്ചറിഞ്ഞ് ദയവായി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്വന്തം തൊഴിൽ ചെയ്ത് ജീവിക്കുക. നിങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത് ഞങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ താരങ്ങളായി നിൽക്കുന്നത് എന്ന് മറക്കരുത്. അത് മറന്നുകൊണ്ട് ആരുടെയോ ഉപകരണങ്ങളായി നിങ്ങളിങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നിങ്ങളുടെയൊക്കെ സിനിമ കാണണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളുടെ ഈ പോരാട്ടം കൊണ്ട് എന്താണ് ഗുണം?